നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യാപേക്ഷയുമായി ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖേനയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, വീണ്ടും ഒരിക്കൽ കൂടി ദിലീപ് ജാമ്യാപേക്ഷയിലേക്ക് പോകുമ്പോൾ, ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ അജിംഷാദ്, ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദിലീപ് വീണ്ടും ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നത്. ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ രാമൻപിള്ള മുഖേനയാവും ദിലീപ് ഈ ഹൈക്കോടതി ജാമ്യം തേടി പോവുക. നേരത്തെ ജാമ്യം നിഷേധിച്ച സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയാകും പ്രധാനമായും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ വാദിക്കുക. കാരണം നേരത്തെ ദിലീപിന് ജാമ്യം നിഷേധിച്ചപ്പോൾ പ്രധാനമായും അപ്പുണ്ണി അടക്കമുള്ളവരെ പിടികൂടാണ്ട് അല്ലെങ്കിൽ അപ്പുണ്ണി ഒളിവിലായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നേരത്തെ ദിലീപ് ജാമ്യം നൽകിയത്. അന്ന് പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് അപ്പുണ്ണി അടക്കമുള്ളവർ ഒളിവിലാണെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അപ്പുണ്ണി ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തുകയും മൊഴി നൽകുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ നടിയെ അപമാനിച്ച ദൃശ്യങ്ങളും മെമ്മറി കാർഡും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇത് കണ്ടെത്തുമെന്ന് ഒരു ഉറപ്പും ഇതുവരെ നമുക്ക് പറയാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പറയാൻ കഴിയുന്നില്ല. ഇത് കണ്ടെത്തേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. എന്നാൽ അവർ ഈ കാര്യത്തിൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഈ പുതിയ എല്ലാ സാഹചര്യം വെച്ചുകൊണ്ട് തൻ്റെ പ്രതിയെ വെറുതെ ജയിലിൽ കിടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാവും പ്രധാനമായും ഇന്ന് ഈ ഹൈക്കോടതിയെ സമീപിക്കുക. എന്തായാലും മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ കേസ് ഈ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ ലൈംഗിക അതിക്രമ കൊട്ടേഷൻ ആണെന്നായിരുന്നു. മാത്രമല്ല ഈ സംഭവത്തിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ദിലീപിനെതിരെ പ്രതിമാദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. അതോടൊപ്പം തന്നെ ഈ അപ്പുണ്ണി അടക്കമുള്ളവരെ പിടികൂടാനുണ്ടെന്നും പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കണം, തൻ്റെ പ്രതിക്ക് ജാമ്യം ലഭിക്കണം. അപ്പുണ്ണി അടക്കമുള്ളവർ ഹാജരായിട്ടുണ്ട്. മാത്രമല്ല ഈ മെമ്മറി കാർഡോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ഇതുവരെ പോലീസിന് ലഭിക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ പ്രതിയെ ഇപ്പോഴും ജയിലിൽ അടയ്ക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായി തന്നെയാവും ഇനി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പോകുന്നത്. അജിംഷാദ്, അത് തന്നെയാണ് സിബി പറഞ്ഞതുപോലെ ഒരുപക്ഷെ സ്വാധീന സമ്പന്നരാണ് ദിലീപ് അടക്കമുള്ളവർ. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാരണം അതാണ്. PR ഏജൻസിയുടെ പ്രവൃത്തിയുടെ ഫലമായുള്ള ഫേസ്ബുക്കിലെ അനുകൂലമായ പ്രചരണം ഇതെടുത്തു കാട്ടി. പ്രധാനമായും കോടതി ഇതേ സംബന്ധിച്ച് സൂചിപ്പിച്ചത് ഈ സർക്കംസ്റ്റാൻസസ് ആണ്. അതായത് ആ നിലനിൽക്കുന്ന സാഹചര്യം, അപ്പുണ്ണി അടക്കമുള്ളവരുടെ ഒളിവിൽ പോക്ക്, മദർ ഫോൺ കിട്ടാത്തത്, ഈ സാഹചര്യങ്ങളൊക്കെയും ഇവിടെ അപ്പുണ്ണി ചോദ്യം ചെയ്യലിന് കീഴടങ്ങുന്നു, വ്യക്തമാകുന്നു കാര്യങ്ങൾ. അപ്പോൾ സാഹചര്യം മാറി. ഒരുപക്ഷെ അത് ജാമ്യാപേക്ഷയെ അനുകൂലമായി സ്വാധീനിക്കും എന്നാണോ ദിലീപ് കരുതുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ള വഴി പോകുമ്പോൾ? തീർച്ചയായും അജിംഷാദ്, കാരണം ഹൈക്കോടതി ഒരു ബെയിൽ അനുവദിക്കാതിരിക്കുമ്പോൾ അണ്ടർ ദിസ് സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ജാമ്യം നൽകാനാകില്ല എന്നായിരിക്കും സാധാരണ ഒരു പ്രസ്താവന ഇറക്കുക. എന്നാൽ ഈ അതായത് പിന്നീട് സാഹചര്യം മാറുമ്പോൾ ജാമ്യം ലഭിക്കാം അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി വീണ്ടും ശ്രമിക്കാം എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാകുന്നത്. അതുകൊണ്ട് തന്നെയാകും ഒരു 2 ആഴ്ച കാലത്തിന് ശേഷം വീണ്ടും ദിലീപ് ജാമ്യാപേക്ഷയുമായി പോകുന്നത്. കാരണം ആ ഒരു സമയങ്ങളിൽ ഉടനെ തന്നെ അല്ലെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ദിലീപ് തന്നെ തൻ്റെ അഭിഭാഷകനെ ഇപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കേണ്ട എന്നൊരു തീരുമാനം അറിയിക്കുകയായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറുതെ ജാമ്യം നിഷേധിക്കുക മാത്രമല്ല 11 പേജുള്ള ഒരു ഉത്തരവ് തന്നെ, ഒരു വിധിന്യായം തന്നെയാണ് അന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇത് തന്നെയാണ് ഇത്ര ഗൗരവമായ ഒരു പരാമർശങ്ങളാണ് അന്നത്തെ ആ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയത്. കാരണം ഇത് ചരിത്രത്തിലെ ഒരു ലൈംഗിക അതിക്രമ കൊട്ടേഷനാണ്, ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഒരു ആദ്യ ലൈംഗിക അതിക്രമ കൊട്ടേഷനാണ്. ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. ഇതൊരു സ്ത്രീക്കെതിരായ ഒരു അക്രമമാണ്. ഇത് അപൂർവമായ ഒരു കേസാണെന്നും അന്ന് ഹൈക്കോടതി നിരീക്ഷിക്കേണ്ടായി. ഇത്തരത്തിൽ വളരെ ഗൗരവതരമായ പരാമർശങ്ങൾ നടത്തിയ ശേഷമായിരുന്നു അന്ന് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതും. അത് തന്നെയായിരുന്നു അന്നത്തെ ആ വിധിന്യായത്തിന് ഏറ്റവും വലിയ വസ്തുതയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഉടനെ തന്നെ ഒരു ജാമ്യത്തിന് അല്ലെങ്കിൽ ജാമ്യം തേടി പോകേണ്ട എന്ന് അന്ന് നിലപാടെടുത്ത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ അപ്പുണ്ണി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പായി ഹാജരായിരിക്കുന്നു. അപ്പുണ്ണി നിരവധി മൊഴികൾ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ
മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. നേരത്തെയും ഈ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സുപ്രദമായ തെളിവുകൾ നൽകേണ്ടത് പ്രതിയുടെ ചുമതലയല്ല, മറിച്ച് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോഴും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ പ്രതിയെ വെറുതെ ജയിലിൽ അടയ്ക്കുകയാണെന്നാണ് ആയിരിക്കും പ്രധാനമായി ചൂണ്ടിക്കാട്ടുക. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ജാമ്യം വേണം അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപ് വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കുന്നത്. അജിംഷാദ്. ശരി സിബിയാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ഒരിക്കൽ കൂടി ജാമ്യാപേക്ഷയുമായി ദിലീപ് കോടതിയിലേക്ക്. ഇതിൻ്റെ വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.